മുതലപ്പുഴയിൽ വള്ളം തല കീഴായി മറിഞ്ഞു വീണ അപകടം. രണ്ടുപേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി, മറ്റൊരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, മുതലപ്പുഴയിൽ അപകടങ്ങൾ അങ്ങനെ തുടർക്കഥയാവുകയാണ്. ഇപ്പോഴുണ്ടായ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് എന്തായാലും ഗുരുതരമായ അപകടമല്ല ഉണ്ടായത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. രണ്ടുപേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റൊരാളെ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയും ആണ് ചെയ്തത്. മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴായിരുന്നു ഈ വെള്ളം തലകീഴായി മറിഞ്ഞത്. ഈ മുതലപ്പുഴയിൽ സാധാരണ പുലിമുട്ടിൽ ഉൾപ്പെടെ ഈ മണലടിഞ്ഞും ഒക്കെ ഉണ്ടാകുന്ന ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളവും ബോട്ടുമൊക്കെ സ്ഥിരമായി മറയാറുള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഒക്കെ തുടരുന്നു എന്ന് പറയുമ്പോഴും പക്ഷേ മുതലപ്പുഴയിൽ സ്ഥിരമായി ഇത്തരം അപകടങ്ങൾ പതിവാവുകയാണ്. ശരി, വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.